മുസ്ലിമായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദിക്ർ, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ പറയുക, ഇത് തൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റു കർമ്മങ്ങളെക്കുറിച്ചൊന്നും പറയാത്ത ഒരു ശൈലിയിൽ യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറൻ, നിങ്ങൾ കൂടുതൽ അള്ളാഹുവിനിക്ക് ദിക്ർ ചെല്ലണം, തോന ദിക്ർ ചെല്ലണം. എത്രയാണെന്ന് പറഞ്ഞില്ല. കൂടുതൽ നിസ്കരിക്കണമെന്ന്, കൂടുതൽ നോമ്പെടുക്കണമെന്ന്, കൂടുതൽ മറ്റു കർമ്മങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല. ദിക്റിനെ കുറിച്ച് പറഞ്ഞത് ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ കൂടുതൽ ദിക്ർ ചെല്ലണമെന്നാണ്. വസബ്ബിഹൂഹു ബുക്റത്തൻ വാസ്വില, രാവിലെയും വൈകുന്നേരവും പടച്ചറബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അവരെ പടച്ചറബിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കണം. ഇത് അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശമാണ്, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ്. ഈ കൽപ്പന നാം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നിസ്കാരത്തിൽ ഉടനീളം ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലാഹു അക്ബർ എന്ന ദിക്ർ അത് നിർബന്ധമായിട്ടും ചൊല്ലിക്കൊണ്ടാണ് നമ്മുടെ നിസ്കാരം തുടങ്ങുന്നത് തന്നെ. ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജ 1 രാവാണ്. ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ രാത്രിയിലും പകലിലും ഉൽഹിയ്യത്ത്, മൃഗമായ അതിന്റെ ആ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും മൃഗത്തെ കാണുകയോ അതിന്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാഹു അക്ബർ. ഈ ഒരു വർഷത്തിൽ 3 പത്തുകളാണുള്ളത്. ഒന്ന് മുഹറം 1 മുതൽക്കുള്ള 10 ദിവസങ്ങൾ, അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10, പിന്നെ ഒരു 10 ഉള്ളത് ദുൽഹിജ്ജ 1 മുതൽക്കുള്ള 10 ദിവസങ്ങളാണ്. ഈ 3 പത്തുകളിൽ ഏറ്റവും വലിയ മഹത്വമുള്ള 10 പരിശുദ്ധ റമളാനിലെ അവസാനത്തെ 10 എന്നാൽ ചില പണ്ഡിതന്മാർ അല്ല, അതിനേക്കാൾ മഹത്വം ദുൽഹിജ്ജ 1 മുതൽക്കുള്ള 10 ദിവസങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ് അതിനവർ തെളിവായി ഉദ്ധരിക്കുന്നത്. ദിവസങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള ഈ ദുൽഹിജ്ജ 1 മുതൽക്കുള്ള 10 ദിവസങ്ങളെക്കാൾ മഹത്വമുള്ള മറ്റ് ദിവസങ്ങളില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, അറഫാ ദിവസത്തിന് നോമ്പെടുക്കൽ സുന്നത്തുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള 8 ദിവസങ്ങൾ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ 10 ദിവസങ്ങളിൽ നാം ചൊല്ലുന്ന ദിക്റുകൾക്ക്, സ്വലാത്തുകൾക്ക് വലിയ മഹത്വമുണ്ട്. ഈ ഹദീസിന് ശേഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്സിറു ഫീഹാ ബിത്തക്ബീരി വത്തഹ്ലീൽ, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലണം, അല്ലാഹു അക്ബർ എന്ന ദിക്ർ അധികരിപ്പിക്കണം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലണം, സ്വലാത്ത് അധികരിപ്പിക്കണം. 360 ദിവസങ്ങൾ ഒരു വർഷത്തിൽ നാം ചൊല്ലുന്ന ദിക്റുകൾ പല രൂപത്തിലുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ മഹത്വമുള്ള ദിക്ർ ഈ 10 ദിവസങ്ങളിൽ ചൊല്ലുന്ന ദിക്റാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാം. ദിക്റുകൾക്ക് വലിയ മഹത്വമാണ്. ഇപ്പോൾ ലോക മുസ്ലിമീങ്ങളെ പ്രതിനിധികളായി പലരും മക്കയിലും മദീനയിലും എത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഉദ്ദേശിച്ച എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, മർളിയായി സിയാറത്തും ചെയ്ത് സന്തോഷത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എത്ര പ്രയാസമാണ്, മുമ്പ് കാലത്തെ പോലെയല്ല. ഇപ്പോൾ ഹജ്ജിന് പോയി ചെന്നാൽ തന്നെയും വലിയ പ്രയാസമാണ്. ആരോഗ്യമുള്ളവർക്കേ പൂർണ്ണമായ രൂപത്തിൽ അതിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അതിന് പുറമെ സാമ്പത്തികമായ വലിയ ചെലവുകളുണ്ട്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ സ്വലാത്തുൽ ഫജ്രി, ഒരാൾ സുബ്ഹി നിസ്കാരത്തിൽ പങ്കെടുത്തു, ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കുക. ഏത് ദിവസവുമാകാം, പരിശുദ്ധ റമളാനിൽ എന്നല്ല, ഏത് ദിവസവും ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചു. എന്നിട്ടോ പിന്നെ അവൻ ഇരുന്നു, യദ്കുറുല്ലാഹ, അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു. ഏതുവരെ? ഹത്താ തത്ലു അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അതേ ഇരുത്തം തന്നെയാണ്. അത് പള്ളിയിലാവാം,
വീട്ടിലാവാം, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കണമെന്ന നിബന്ധനയുണ്ട്. പള്ളിയിൽ വീട്ടിൽ സ്ത്രീകൾക്ക് പറ്റും. പള്ളിയിൽ വെച്ചുകൊണ്ടല്ലോ സ്ത്രീകൾ നിസ്കരിക്കേണ്ടത്, വീട്ടിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അതാണ് അവർക്ക് ഏറ്റവും വലിയ മഹത്വമുള്ളത്. സ്ത്രീകൾ വീട്ടിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിച്ചു, പുരുഷന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്നവരെ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇരുന്നു. സൂര്യൻ ഉദിക്കുന്നവരെ ഒരേ ഇരുത്തം. അത് കുറച്ച് പ്രയാസം തന്നെയാണ് ദിക്റിൽ വരെ. കാരണം സൂര്യൻ ഉദിക്കുന്നവരെ കുറച്ച് സമയം ഉണ്ടാവില്ല, ഒരു മണിക്കൂർ ഇതിലധികം സമയം ഉണ്ടാവും. അതുവരെ ഒരേ ഇരുത്തം തന്നെയാണ്. ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ട് വുളൂ മുറിയാതെ ഒരേ ഇരുത്തം ഇരുന്നു. എന്നിട്ട് സുമ്മ സ്വല്ലാ റകഅത്തൈൻ, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ളുഹ നിസ്കാരമുണ്ട്, 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ചു. എന്നാൽ മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കാന ലഹു, അവനിക്കുണ്ട് അജ്റു ഹജ്ജത്തിൻ വ ഉംറത്തിൻ, ഒരു താമത്തിൻ ഒരു പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് ചെറിയ കർമ്മമാണെങ്കിലും വലിയ പ്രതിഫലം ഓഫറാണ് നൽകുന്നത്. ഇത്തരത്തിലുള്ള ഓഫറുകൾ സാധാരണ വ്യക്തികൾക്ക് തരാൻ പറ്റില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സന്ദേശമാണ്, നമുക്ക് ഓഫർ നൽകിയതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർക്ക് ഗവേഷണം ചെയ്ത് പറയാൻ പറ്റില്ല. ചെറിയ കർമ്മത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇത് ഗവേഷണം നടത്തി പറയാൻ പറ്റിയ സംഗതിയല്ല. ഇജ്തിഹാദിനിക്ക് മജാലില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ സന്ദേശപ്രകാരം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സംശയം. എല്ലാ ദിവസവും സുബഹിസ്കരിച്ച് സൂര്യ ഉദിക്കുന്നത് വരെ ഒരു 20 മിനിറ്റ് വരെ, പിന്നെ 20 മിനിറ്റ് വരെ ഇരുന്ന് ദിക്ർ, ഏത് ദിക്റുമാവാം, പല ദിക്റുമാവാം. രാവിലെ ചൊല്ലേണ്ട ദിക്റുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്റാവാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാവാം. സുമ്മ യദ്കുറുല്ലാഹ് സുമ്മ ദക്കറ സുമ്മ യദ്കുറുല്ലാഹ് തആല, പിന്നെ അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലും. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, അല്ലാഹുവിനിക്ക് ദിക്ർ ചൊല്ലി ഇരുന്നു. ഇരിക്കണമെന്ന് നിബന്ധനയില്ല, നിൽക്കാം. ഇത്കാഫ് ഇരിക്കുക എന്നതൊരു പ്രയോഗം മാത്രമാണ്. പക്ഷേ ഖിബിലാക്ക് മുന്നിട്ടുകൊണ്ടാകുമ്പോൾ, വുളൂഓട് കൂടെയാകുമ്പോൾ അതിന് പൂർണ്ണത ലഭിക്കുന്നതാണ്. അങ്ങനെ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് വരെ വുളൂ മുറിയാതെ ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ അവനിക്കൊരു ഹജ്ജിന്റെയും പ്രതിഫലം, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ അതൊരു വിദൂരമായി തോന്നിയേക്കാം. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അസ്സാദിഖുൽ മസ്തൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, താമത്തിൻ സംശയം വേണ്ട, പൂർണ്ണമായ ഒട്ടും കുറവില്ലാത്ത ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര മഹത്വമാണത്! ഒരു ഹജ്ജിന് പോകണമെങ്കിൽ 5 ലക്ഷമോ അതിലധികമോ ചെലവുണ്ട്, ശാരീരികമായ പ്രയാസമുണ്ട്. എത്രയെത്ര പ്രയാസമാണ് എന്ന് കരുതിയിട്ട് ഇത് എന്നും ചെയ്തിട്ട് ഹജ്ജ് ചെയ്യാതിരിക്കാൻ പറ്റൂല കേട്ടോ.